ഹലോ എവരി വൺ. നമ്മുടെ USS എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഫുൾ ഓൺ പവറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ടോപ്പിക്കുകൾ, മാത്സിലുള്ള ടോപ്പിക് ആയിക്കോട്ടെ, സയൻസിലായിക്കോട്ടെ, സോഷ്യൽ സയൻസിലും അങ്ങനെയുള്ള നിങ്ങളുടെ USS എക്സാമിന് നിങ്ങൾക്ക് വേണ്ട കംപ്ലീറ്റ് ടോപ്പിക്കുകളും നമ്മൾ 1 by 1 ആയിട്ട് കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും അങ്ങോട്ടുള്ള ക്ലാസ്സുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഇനി നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ വരുന്നുണ്ട്, മെൻറ്റി ക്വിസുകൾ വരുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് USS എക്സാം നിങ്ങൾക്ക് നേടിത്തരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണോ ആ കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഒട്ടുമിക്ക ഇയറിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിൽ യൂസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവാറുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, ഞാൻ കുറച്ച് നമ്പേഴ്സ് ഇവിടെ എഴുതുന്നുണ്ട്. 1 2 3 4 5 6 എന്നിങ്ങനെ പറഞ്ഞു പോകുന്ന കുറച്ച് നമ്പേഴ്സ്. ഈ നമ്പേഴ്സ് നമ്മൾ എന്താ യൂഷ്വലി പറയാറുള്ളത്? നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ? നാച്ചുറൽ നമ്പേഴ്സ് എന്നാണ് നമ്മളിവിടെ പറയാറുള്ളത്. മലയാളം മീഡിയക്കാരൊക്കെ എണ്ണൽ സംഖ്യകളെന്ന് പറയാറുണ്ടാവും അല്ലേ, നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ ഈ നാച്ചുറൽ നമ്പേഴ്സിനെ ഞാൻ ഇപ്പോൾ ജസ്റ്റ് വെറുതെ കോമട്ടാണല്ലോ എഴുതിയത്, ഇവർ ആഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ 1 2 3 4 5 6 എന്നിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ട്. അവരെല്ലാവരും തമ്മിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ഇങ്ങനെ കുറേ പേര് ആഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. കുറേ പേര് ഇങ്ങനെ ആഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവർ ആഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂ എന്താണ് എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കും? അതാണ് ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, വളരെ സിമ്പിളാണ്, ഈസിയാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യം തന്നെ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നു വിചാരിക്കുക. 1 2 3 എന്നിങ്ങനെ തുടങ്ങിയിട്ട് 10 വരെയുള്ള നമ്പേഴ്സ് ആഡ് ചെയ്തെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സാണ്. 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് 10 വരെ പോകുന്ന നാച്ചുറൽ നമ്പേഴ്സാണ്. അപ്പോൾ ഇവർ എത്ര പേരുണ്ട്? ടോട്ടൽ എത്ര പേരുണ്ട്? 10 ആളുകളുണ്ട് അല്ലേ? 1 2 3 4 അങ്ങനെ 10 ആളുകളുണ്ട്. സോ 1 മുതൽ 10 വരെയുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമുല നിങ്ങൾക്ക് ഇവിടെ എഴുതുന്നുണ്ട്. സം ഈസ് ഈക്വൽ ടു n ഇൻറ്റു n+1/2 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഇവിടെ എഴുതുന്നുണ്ട്. ഓക്കെ, n ഇൻറ്റു n+1/2. അപ്പോൾ ഇക്വേഷൻ കാണുമ്പോൾ ഭയങ്കര സംഭവമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതൊന്നും പ്രശ്നമില്ല, സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്ര ആളുകളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു എക്സാമ്പിളിൽ എത്ര പേരുണ്ട്? 10. അപ്പോൾ n 10 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ n-ന് 10 ഇട്ട് കൊടുക്കുക, ഇവിടെയും 10 ഇട്ട് കൊടുക്കുക. സോ നമുക്ക് സം കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു കേസിൽ നോക്കാം. ഈ കേസിൽ സം ഈസ് ഈക്വൽ ടു, നമ്മുടെ ഫോർമുല n ഇൻറ്റു n+1/2 ആണല്ലോ അല്ലേ? അതാണ് നമ്മുടെ ഫോർമുല. ഇവിടെ n-ന് എത്ര പേരാ, എത്ര നമ്പർ ഓഫ് ആൾക്കാരുണ്ട്? 10 ആണ്. സോ n 10 ആണെങ്കിൽ 10 ഇൻറ്റു, ഓക്കെ, n-ന് പകരം നമ്മൾ എന്ത് ചെയ്തു? 10 ഇട്ട് കൊടുത്തു. ഇനി അടുത്തത് n+1 ആണ്. n+1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10+1 ആണ്, ഡിവൈഡ് ബൈ 2 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു 10 ഇൻറ്റു എന്താ 10+1? 11/2 എന്ന് വരും അല്ലേ? അപ്പോൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ 10 ഇൻറ്റു 11 110/2 ദാറ്റ്സ് ഈക്വൽ ടു 55 എന്ന് കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു 55 എന്ന് വെച്ചാൽ നിങ്ങൾ 1 + 2 + 3 + 4 + 5 അങ്ങനെ പോയി 10 വരെയുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സം എന്തായിരിക്കും? 55 ആയിരിക്കും. അപ്പോൾ നിങ്ങൾ വെറുതെ ഓരോരുത്തരും എടുത്ത് ആഡ് ചെയ്ത് ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇതിപ്പോൾ സിമ്പിളാണ്, 10 വരെ ഉള്ളൂ അല്ലേ? ഇനിയിപ്പോൾ ഒരാൾ ഇരുന്ന് ആഡ് ചെയ്ത് നോക്കി കഴിഞ്ഞാലും അയാൾക്ക് ചിലപ്പോൾ കിട്ടും. എന്നാൽ ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെ തരികയാണ്. 1 + 2 + 3 + 4 ഇങ്ങനെ പോയി 50 വരെ, 50 വരെയുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സിന് സമ്മ് കാണാൻ പറഞ്ഞു. എന്താ നമ്മൾ ചെയ്യേണ്ടത്? ആദ്യം നോക്കുക, ഇവിടുത്തെ n എന്ന് പറയുന്ന ആളുടെ വാല്യൂ എന്താണ്? n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. എത്ര നമ്പേഴ്സ് അവിടെ ഉള്ളത്? എത്ര നമ്പേഴ്സ് ഉണ്ടാവും ഇവിടെ? 50 അല്ലേ? ഇവിടെ നാച്ചുറൽ നമ്പേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത് കൊണ്ട് തന്നെ ലാസ്റ്റ് വരുന്ന നമ്പർ എത്രയാണോ അത്രയും നമ്പേഴ്സ് ആയിരിക്കും അവിടെ ഉണ്ടാവുക അല്ലേ? കാരണം കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ എത്ര നമ്പേഴ്സാണ് ഉള്ളത്? 50 ആൾക്കാരുള്ളത്. സോ നമുക്ക് സമ്മ് കാണണമെന്നുണ്ടെങ്കിൽ സമ്മ് കാണാനുള്ള ഫോർമുല n ഇൻറ്റു n+1/2 എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ n-ൻ്റെ വാല്യൂ എത്രയാണ്? 50 ആണ്. സോ 50 ഇൻറ്റു n+1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50+1/2 എന്നുള്ളതായിരിക്കും. സോ ആൻസർ എന്താ വരിക? 50 ഇൻറ്റു 51/2 എന്നുള്ളതാണ്. ഒന്നുകിൽ 50 ഇൻറ്റു 51 ചെയ്തിട്ട് ഡിവൈഡ് ബൈ 2 ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാലോ 50/2 ചെയ്താൽ 25 ആണ്. സോ 25 ഇൻറ്റു 51 എന്ന് വരും. എന്താ 51ഉം 25ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ നോക്കുക. 1 × 5 5 5 × 5 25 1 × 2 2 2 × 5 10. സോ 5 7 2 1
അഥവാ 1275 എന്നുള്ളതായിരിക്കും ആൻസർ. 1275. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള കാൽക്കുലേഷൻസ് ഒക്കെ പിന്നീട് നിങ്ങൾക്ക് സമയമെടുത്ത് ചെയ്യാവുന്നത് തന്നെയുള്ളൂ അല്ലേ, നിങ്ങൾക്ക് അറിയുന്നതാണ്. ഈ ഫോർമുല എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ പറയാൻ. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ് ഫസ്റ്റ് 100 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം ചോദിച്ചു. ഓക്കെ, സം ഓഫ് ഫസ്റ്റ് 100 നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ 1 2 3 എന്നിങ്ങനെ എഴുതുന്ന പോലെ എഴുതിയിട്ട് ഫസ്റ്റ് 100 ആൾക്കാർ വരെ എത്തണം. അപ്പോൾ ഫസ്റ്റ് 100 നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്നിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 100 ആയിരിക്കും. എൻ്റെ വാല്യൂ 100 ആയിരിക്കും. അത്രയേ ഉള്ളൂ പണി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരുടെ സം എന്ന് പറയുന്നത് ഇക്വേഷൻ നമ്മളിപ്പോൾ പഠിച്ചിട്ടുണ്ട്, n × n+1/2 എന്നുള്ളതാണ് ഇക്വേഷൻ അല്ലേ. ഇവിടെ n എന്താണ്? 100 ആണ്. 100 × n+1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 + 1 / 2 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു 100 × 101/2 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു 100/2 നിങ്ങൾക്ക് സിമ്പിളായി ഡിവൈഡ് ചെയ്യാം, 50 ആണ് അല്ലേ. ഇത് രണ്ടും ഡിവൈഡ് ചെയ്താൽ 50 ആണ്. 50 × 101 എന്ന് വരും. എന്താ 5 × 101? 505 വരിക. അപ്പോൾ 15 ആകുമ്പോൾ ഒരു 0 കൂടി വരും. സോ 5050 അല്ലേ. കാൽക്കുലേഷൻ ഞാൻ പെട്ടെന്ന് ചെയ്തതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. റെഡി അല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഫസ്റ്റ് 100 നാച്ചുറൽ നമ്പേഴ്സ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ എല്ലാവരും 1-ൽ നിന്നാണ് ഇവിടെ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 1-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോകണം. ഇതിനിടയിൽ ഇപ്പോൾ 4ഉം 5ഉം മിസ്സിംഗ് ആണെന്ന് വിചാരിച്ചോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ആൻസർ കിട്ടുമോ? ഇല്ല. അപ്പോൾ 1-ൽ നിന്ന് ഫസ്റ്റ് സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ആൾക്കാർ, അപ്പോൾ എത്ര പേരുണ്ട് നോക്കുക, അതാണ് n-ൻ്റെ വാല്യൂ. അപ്പോൾ അവരുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം കാണാൻ നിങ്ങൾക്ക് ഈ ഫോർമുല യൂസ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻറ്റ്, നോട്ട് ചെയ്ത് വെക്കണം. ഇനി ഞാൻ അടുത്തൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. 1 3 5 7 9 എന്ന് ഞാൻ പറഞ്ഞു പോകുന്ന ആൾക്കാർ, എന്താ ഇവരുടെ സ്പെഷ്യാലിറ്റി? ഇവർ ഓഡ് നാച്ചുറൽ നമ്പറാണ് അല്ലേ. ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. നേരത്തെ നമ്മൾ കണ്ടിരുന്നത് നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ ഇവർ ഓഡ് നാച്ചുറൽ നമ്പേഴ്സാണ്. 1 കഴിഞ്ഞാൽ പിന്നെ 2 ഉണ്ടോ? ഇല്ല. പിന്നെ 3 വരിക. പിന്നെ 4 ഉണ്ടോ? ഇല്ല. പിന്നെ 5 വരിക. സോ ഓരോ ആളുകൾ മിസ് ചെയ്ത് ഇങ്ങനെ പോവാം. അപ്പോൾ ഇവർ തമ്മിലുള്ള സമ്മ് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ പോകുന്ന ആൾക്കാർ തമ്മിലുള്ള സമ്മ് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാണാനുള്ളൊരു ഫോർമുലയുണ്ട്. സം ഇസ് ഈക്വൽ ടു n². സം ഇസ് ഈക്വൽ ടു n². n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്പർ ഓഫ് ഓഡ് നമ്പേഴ്സ്, അല്ലെങ്കിൽ ഇവിടെ എത്ര ആളുകളുണ്ട് അതാണ് ഓഡ് നമ്പേഴ്സിൻ്റെ നമ്പർ എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് 1 + 3 + 5 എന്നിങ്ങനെ പോയിട്ട് 9 വരെയുള്ള ആൾക്കാർ, ഓക്കെ 9 വരെയുള്ള ആൾക്കാരുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരുടെ സം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 9 നമ്പേഴ്സാണോ? അല്ല. 1 3 5 7 9. എത്ര പേരേ ഉള്ളൂ? 5 പേരേ ഉണ്ടാവുള്ളൂ അല്ലെ. 9 ആൾക്കാർ ഉണ്ടാവില്ല. കാരണം അതിൻ്റെ ഇൻബിറ്റ്വീനായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ഈവൻ നമ്പറായിട്ടുള്ള വാല്യൂസ് അവിടെ മിസ്സിംഗ് ആണ്. ഈവൻ നമ്പേഴ്സ് അവിടെ മിസ്സിംഗ് ആണ്. അപ്പോൾ അവിടെ നമ്പർ എത്രയേ വരുള്ളൂ? ഇവിടെയുള്ള എത്ര ഡിജിറ്റ്സ് ഉണ്ടോ അതായിട്ട് നമ്പർ വരുള്ളൂ. തൊട്ട് മുന്നുള്ള കേസിൽ ഇപ്പോൾ ഫസ്റ്റ് 100 എന്ന് പറയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഫസ്റ്റ് 50 എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഫസ്റ്റ് 10 എന്ന് പറയുമ്പോൾ ഈ ലാസ്റ്റ് ഡിജിറ്റ് തന്നെയാണ് അവിടെ n-ൻ്റെ വാല്യൂ ആയിട്ട് വന്നിട്ടുള്ളത്. കാരണം അവിടെ ഈവൻ നമ്പേഴ്സും ഓഡ് നമ്പേഴ്സും എല്ലാവരും ഉണ്ട്. പക്ഷേ ഓഡ് നമ്പേഴ്സ് മാത്രമോ ഈവൻ നമ്പേഴ്സ് മാത്രമോ ആണ് ചോദിച്ചതെങ്കിൽ അവിടെ ഇൻബിറ്റ്വീൻ ആൾക്കാർ മിസ്സിംഗ് ആണ്. അപ്പോൾ ഇവിടെ ടോട്ടൽ എത്ര പേരേ ഉള്ളൂ? 5 ആളുകളേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ n-ൻ്റെ വാല്യൂ എന്തായിരിക്കും? 5. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ സം ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? സം ഇസ് ഈക്വൽ ടു n² എന്നുള്ളതാണല്ലോ ഓഡ് നമ്പേഴ്സിൻ്റെ കോൺസിക്യൂട്ടീവ് ആയിട്ട് വരുന്ന സ്റ്റാർട്ടിങ് 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഓഡ് നമ്പേഴ്സിൻ്റെ സം കാണാനുള്ള ഫോർമുല n² ആണല്ലോ. അപ്പോൾ n 5 ആണെങ്കിൽ 5² അഥവാ 25 എന്നുള്ളതായിരിക്കും ആൻസർ. 5² അഥവാ 25.
ഈസി ആയിട്ട് കാണുക. ഇതെല്ലാം അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ് കേട്ടോ. അപ്പോൾ മുന്നേയുള്ള വീഡിയോസ് കാണാത്ത ആളുകൾ അത് കണ്ടിട്ട് വരണം. ഇനി ഇവിടെ നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾ സം ഓഫ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 100 എന്ന് വെച്ചാൽ അവിടെ എന്നിൻ്റെ വാല്യൂ 100 ആണോ? അല്ല. ഇവിടെ നിങ്ങളോട് 50 ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് അവിടെ n 50 ആണ്. പക്ഷേ ഇവിടെ പറഞ്ഞ എന്താ 100ൻ്റെ താഴെ വരുന്ന ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് എന്നുള്ള എന്ന് വെച്ചാൽ 1 2 3 4 5 6 എന്നിങ്ങനെ പറഞ്ഞ് 100 വരെയുള്ള നമ്പേഴ്സ് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ അതിൽ വരുന്ന ഓഡ് നമ്പേഴ്സ് എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ടാവുക? 50 ഓഡ് നമ്പേഴ്സ് തന്നെ ഉണ്ടാവുള്ളൂ. 50 ഉണ്ടാവുള്ളൂ. കാരണം എന്താ 1 മുതൽ 100 വരെ നോക്കുകയാണെങ്കിൽ അവിടെ ഓഡ് നമ്പർ ഈവൻ നമ്പർ മാറിയാ വരിക. അപ്പോൾ അതിൽ പകുതി ആൾക്കാർ ഓടായിരിക്കും, പകുതി ആൾക്കാർ ഈവൻ ആയിരിക്കും അല്ലേ? അപ്പോൾ 50 ഓഡ് നമ്പേഴ്സ് ഉണ്ടാവും, 50 ഈവൻ നമ്പേഴ്സ് ഉണ്ടാവും 1 മുതൽ 100 വരെ നോക്കുകയാണെങ്കിൽ. അപ്പോൾ ആക്ച്വലി അവിടെയുള്ള ഓഡ് നമ്പേഴ്സ് എത്ര പേരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 50 ആണ്. ആ വാല്യൂവിനെയാണ് നമ്മൾ n എന്ന് കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരുടെ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n² അഥവാ 50² എത്രയായിരിക്കും വരിക? 2500. സെയിം ആൻസർ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ക്വസ്റ്റ്യനും സെയിം ആണ്, പക്ഷെ രണ്ട് രീതിയിൽ ചോദിച്ചു. അപ്പോൾ n കൊടുക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക അവിടെ എത്ര നമ്പേഴ്സ് ഉണ്ടോ അതിനെയാണ് n റെപ്രസെൻ്റ് ചെയ്യുന്നത്, അല്ലാതെ ലാസ്റ്റ് വരുന്ന നമ്പർ ഏതെന്നുള്ളതല്ല. ഇപ്പോൾ 1 മുതൽ 99 വരെയുള്ള ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിൻ്റെ വാല്യൂ 99 അല്ല. കാരണം 1 മുതൽ 99 വരെ നോക്കുമ്പോൾ അതിൽ 2 4 6 എന്നുള്ള ഈവൻ നമ്പേഴ്സ് ഒന്നും അതിൽ വരുന്നില്ല. മനസ്സിലായോ? അതാണ് നിങ്ങളുടെ മൈൻഡിൽ വരേണ്ടത്. സോ ഈ ഫോർമുല നോട്ട് ചെയ്ത് വെക്കുക. ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മ് കാണാനുള്ള ഫോർമുല അത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? 1 മുതൽ സ്റ്റാർട്ട് ചെയ്യും വേണം. കോൺസിക്യൂട്ടീവായിട്ട് അടുത്തടുത്ത് വരുന്ന ആൾക്കാരാവും വേണം. അങ്ങനെ വരുന്ന ഒരു സീരീസ് ആണെങ്കിൽ അവരുടെ സമ്മ് എന്താണ്? n² ആണ്. അടുത്ത ഒരാളും കൂടി ഉണ്ടല്ലോ നമ്മുടെ ഈവൻ നമ്പേഴ്സ്. അതും കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ പറയാം. ഈവൻ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ആരാ? 2 4 6 8 10 എന്നിങ്ങനെ പോകുന്ന ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട് അല്ലേ? ഇവരുടെ സമ്മ് നമ്മൾ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമുല എന്താണെന്നറിയോ? ഈവൻ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n × n+1 ആണ്. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് കാണാനുള്ള ഫോർമുല നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. n × n+1/2 ഉണ്ടായിരുന്നു. ആ /2 ഒഴിവാക്കി കഴിഞ്ഞാൽ ഈവൻ നമ്പേഴ്സിൻ്റെ സമ്മ് കാണാനുള്ള ഫോർമുല കിട്ടും. അപ്പോൾ എന്താണ് ഇവിടുത്തെ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഈവൻ നമ്പേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളോട് കാണാൻ പറഞ്ഞു 2 4 6 എന്നിങ്ങനെ പോയിട്ട് 10 വരെയുള്ള ആൾക്കാർ സമ്മ് കാണാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ 2 മുതൽ 10 വരെ എത്ര ഈവൻ നമ്പേഴ്സ് ഉണ്ടോ അതാണ് എൻ്റെ വാല്യൂ വരിക, അല്ലാതെ 10 എന്നുള്ളതല്ല. 10 വരണമെങ്കിൽ 1 2 3 4 അങ്ങനെ എല്ലാവരും വരണമായിരുന്നു. പക്ഷേ 2 4 6 8 10 5 പേര് മാത്രമേ 2 മുതൽ 10 വരെ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ 1 മുതൽ 10 വരെ നോക്കുകയാണെങ്കിൽ അവിടെയുള്ള ഈവൻ നമ്പേഴ്സ് എത്ര പേരേ ഉള്ളൂ? 5 പേരേ ഉള്ളൂ. സോ എന്നിൻ്റെ വാല്യൂ എന്താണ്? 5 ആണ്. ദാറ്റ് മീൻസ് അവിടുത്തെ സമ്മ് കാണണമെങ്കിൽ ഈവൻ നമ്പേഴ്സിൻ്റെ കോൺസിക്യൂട്ടീവായിട്ട് വരുന്ന സ്റ്റാർട്ടിങ് മുതൽ വരുന്ന ഈവൻ നമ്പേഴ്സിൻ്റെ സമ്മ് n × n+1 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു n 5 ആണെങ്കിൽ 5 × 5+1 ദാറ്റ്സ് ഈക്വൽ ടു 30 എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. 30. റെഡി അല്ലേ? ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ, അതേ ക്വസ്റ്റ്യൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യണേ. ഓക്കെ, നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വന്നു. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 50 ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, 50 ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു. മറ്റൊരു ക്വസ്റ്റ്യൻ വന്നു ഫൈൻഡ് ദ സം ഓഫ് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 100. ഓക്കെ, ഇതൊരു എക്സാമ്പിൾ എടുത്തു തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെയുള്ള ഡിഫറൻസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓഡ് നമ്പേഴ്സിൻ്റെ പറഞ്ഞതുപോലെ 50 ഈവൻ നമ്പേഴ്സ്. അപ്പോൾ ഇവിടുത്തെ n ആണെന്ത്? 50 ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇവിടുത്തെ കേസിൽ സം ഓഫ് ഓൾ ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 100 എന്ന് പറയുമ്പോൾ 100ൻ്റെ താഴെ വരുന്ന, അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ 100 കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. or equal to 100. 100 100 താഴെ വരുന്ന ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എത്ര പേരുണ്ടായിരിക്കും? 50 ആൾക്കാരെ ഉണ്ടാവുള്ളൂ. n is equal to 50. കാരണം എന്താ? ബാക്കി പകുതി ആൾക്കാർ ഓഡ് നമ്പേഴ്സാണ്. സോ ഇവിടെയുള്ള ഫോർമുല, സമ്മ് കാണാനുള്ള ഫോർമുല n × n+1 അല്ലേ? കാരണം ഈവൻ നമ്പേഴ്സാണ്. ഇവിടെയും സമ്മ് കാണാനുള്ള ഫോർമുല n × n+1 അല്ലേ? രണ്ടിടത്തും 50 × 51, ഇവിടെയും 50 × 51 സെയിം വാല്യൂ ആണ് വരിക. ക്ലിയർ ആയോ? അപ്പോൾ ഈ 3 ഫോർമുലാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയായിരുന്നു ഫോർമുല? ഞാൻ ഒന്നും കൂടെ സമ്മറൈസ് ചെയ്യാം. നിങ്ങൾക്ക് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കോൺസിക്യൂട്ടീവായിട്ട് വരുന്ന 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n × n+1/2
2 ആണ്. ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ അതിൻ്റെ സമ്മിൻ്റെ ഫോർമുല n² ആയിട്ട് മാറും. ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ സമ്മ് കാണാനുള്ള ഫോർമുല n × n+1 ആയിട്ട് മാറും. സോ ഈ 3 ആളുകൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, ഇത് എല്ലാവരും ജനറൽ ആയിട്ടുള്ള ഫോർമുലയാണ്. ഇത് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്, ഇത് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ആണ്, ഇത് എല്ലാവരും വരുന്ന ഫോർമുലയാണ്. റെഡി അല്ലേ? ഇമ്പോർട്ടൻ്റ് ആണ്. n എന്നുള്ളത് എന്താണെന്നുള്ളതും മനസ്സിലാക്കി വെക്കണം. റെഡി? ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. സോ ഇതുപോലത്തെ കൂടുതൽ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷനും സ്റ്റഡി മെറ്റീരിയൽസും എല്ലാം നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ വരും. USS വേണ്ടിയിട്ട്, USS എഴുതുന്ന കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ട് എക്സാം ബൈ ലേണിംഗ് ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക. ബാക്കി നമുക്ക് അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ ബൈ.